നമസ്തേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമീയന്നത്വാ കൃതകൃത്യാ സുസ്തന്നമാമി ഗജാനനം ദോർധുർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ഷഷ്ഠസർഗ, 6ാം സർഗമാണ്. ശ്രീരാമസ്യ വൃതാചരണം പൗരോത്സേകശ്ച. ശ്രീരാമൻ നോറ്റിരിക്കുന്നതും ജനങ്ങളുടെ വരവും. ഗതേ പുരോഹിതേ രാമസ്നാതോ നിയതമാനസ സഹ പത്ന്യാ വിശാലാക്ഷ്യാ നാരായണമുപാഗമത് പ്രഗൃഹ്യ ശിരസാ പാത്രീം ഹവിഷോ വിധിവത്തദ മഹദേ ദൈവതായാജ്യം ജുഹാവജ്വലിതേ നലേ. ശേഷം ച ഹവിഷസ്തസ്യ പ്രാശ്യാശാസ്യാത്മനപ്രിയം ധ്യായന്നാരായണം ദേവം സ്വാസ്തീർണേ കുശസംസ്തരേ വാഗ്യത സഹ വൈദേഹ്യാ ഭൂത്വാ നിയതമാനസ ശ്രീമത്യായതനേ വിഷ്ണു ശിഷ്യേ നരവരാത്മജ. പുരോഹിതൻ പോയ ശേഷം ശ്രീരാമൻ സ്നാനം ചെയ്ത് നിത്യകർമാനുഷ്ഠാനങ്ങളെ ചെയ്തു തീർത്തവനായി ഭഗവത്ധ്യാന നിരത മാനസനായി ഉത്തമയായ ധർമ്മപത്നിയോടുകൂടി ശ്രീനാരായണനെ തൊഴുതു. ആ സമയം ഹവിസിൻ്റെ പാത്രത്തെ ശിരസിൽ വഹിച്ചു കൊണ്ടുവന്ന മഹത്തായ ദേവനായിക്കൊണ്ട് ഉജ്ജ്വലിച്ചതായ അഗ്നിയിൽ ശാസ്ത്രപ്രകാരം ആദ്യത്തോടു കൂടിയ ഹവിസിനെ ഹോമിച്ചു. രാജകുമാരനായ ശ്രീരാമൻ വൈദേഹിയോടുകൂടി ആ ഹവിസിൻ്റെ ബാക്കിയെ പൂജിച്ച് അതിൽ പിന്നെ തൻ്റെ ക്ഷേമത്തെ ഉദ്ദേശിച്ച് ശ്രീനാരായണമൂർത്തിയെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ഭഗവത്ധ്യാന നിരതനായി മന്ത്രോച്ചരണാദികൾ ചെയ്യുന്നവനായി വർത്തിച്ച ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശ്രേയപ്രദായകമായ സന്നിധാനത്തിൽ താൻ തന്നെ പരത്തിയ ദർഭശയനത്തിൽ പള്ളികൊണ്ടു. ഏകയാമാവശിഷ്ടായാം രാത്രിയാം പ്രതിവിബുദ്ധ്യസ അലങ്കാരവിധിം കൃഷ്ണം കാരയാമാസവേശ്മന തത്ര ശൃണ്വൻ സുഖാവാച സൂതമാഗതവന്ദിനാം പൂർവാം സന്ധ്യാമുപാസീനോ ജജാപ യതമാനസാ തുഷ്ടാവ പ്രണതശ്ചൈവ ശിരസാ മധുസൂദനം വിമലക്ഷൗമ സംവീതോ വാചയാമാസ ച ദ്വിജാൻ തേഷാം പുണ്യാഹ ഘോഷോऽഥ ഗംഭീരമധുരസ്തദാ അയോധ്യാം പൂരയാമാസ തൂര്യഘോഷാനുനാദിതഃ കൃതോപവാസം തു തദാ വൈദേഹ്യാ സഹ രാഘവം അയോധ്യാനിലയ ശ്രുത്വാ സർവ പ്രമുദിതോ ജന തതഃ പൗരജന സർവ ശ്രുത്വാ രാമാഭിഷേചനം പ്രഭാതാം രജനീം ദൃഷ്ട്വാ ചക്രേ ശോഭയിതും പുരീം സിതാഭ്രശിഖരാഭേഷു ദേവദായതനേഷു ച ചതുഷ്പഥേഷു രഥ്യാസു ചൈത്യേഷു ഷ്ടാലകേഷു ച നാനാവണ്യസമൃദ്ധേഷു വണിജാമാവണേഷു ച കുടുംബിനാം സമൃദ്ധേഷു ശ്രീമത്സുഭവനേഷു ച സഭാസു ചൈവ സർവാസു പൃക്ഷേഷ്വാലക്ഷ്മിതേഷു ച ധ്വജാ സമുച്ഛ്രിതാ സാധു പതാകാശ്ചാഭവം സ്തദാ. അദ്ദേഹം രാത്രിയിൽ ഒരു യാമം ബാക്കിയുള്ളപ്പോൾ പള്ളിയുറക്കുണർന്ന് ആലയത്തെ അടിക്കുക, തളിക്കുക, അലങ്കരിക്കുക മുതലായ ഏർപ്പാടുകൾ മുഴുവനും ചെയ്യിച്ചു.
അപ്പോൾ സൂതർ, മഗധർ, വന്തികൾ എന്ന വൈതാളികന്മാരുടെ മധുരമായ ഗാനങ്ങളെ കേട്ട് പൂർവ്വസന്ധ്യാ ദൈവത്തെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി ഗായത്രി ജപനിഷ്ഠനായി വർത്തിച്ചു. വെൺപട്ടുടുത്തിരുന്ന അദ്ദേഹം തല കുമ്പിട്ട് നമസ്കരിച്ചുകൊണ്ട് തന്നെ ശ്രീനാരായണമൂർത്തിയെ സ്തോത്രങ്ങളെ കൊണ്ട് ആരാധന ചെയ്തു. അതിൽ പിന്നെ ബ്രാഹ്മണർ എല്ലാവരും സ്വസ്തിവാചനം ചെയ്യുവാൻ അപേക്ഷിച്ചു. അപ്പോൾ അവരുടെ പുണ്യാഹ ജപഘോഷം ഗംഭീരവും മധുരവുമായ ശബ്ദത്തോടുകൂടി വാദ്യഘോഷത്തോടിടകലർന്നതായി അയോധ്യാപട്ടണം എങ്ങും മുഴക്കി. അയോധ്യ നിവാസികളായ ജനങ്ങൾ മുഴുവനും ഈ കാര്യത്തിനു വേണ്ടി വൈദേഹിയോടും കൂടി ശ്രീരാഘവൻ ഉപവാസവ്രതത്തെ പൂർത്തിയാക്കിയതായി അറിഞ്ഞ് അതിനാൽ അത്യന്തം സന്തോഷിച്ചു. ശ്രീരാമ പട്ടാഭിഷേകത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന പൗരജനം മുഴുവനും രാത്രി പുലരാറായെന്ന് കണ്ട ഉടനെ നഗരത്തെ അലങ്കരിപ്പാൻ യത്നിച്ചു തുടങ്ങി. ആ സമയം വെളുത്ത മേഘങ്ങളോട് കൂടിയ പർവ്വത ശിഖരങ്ങളെപ്പോലെയുള്ള ദേവാലയങ്ങളിലും നാലും കൂടുന്ന വഴികളിലും തെരുവീഥികളിലും യാഗശാലകളിലും കൊത്തളങ്ങളിലും വ്യാപാരികളുടെ പല പല ചരക്കുകൾ നിറഞ്ഞവയായ കച്ചവട സ്ഥലങ്ങളിലും ഗൃഹസ്ഥന്മാരുടെ സമൃദ്ധിയുള്ള ശ്രീമത്തായ ഗ്രഹങ്ങളിലും എല്ലാ സഭാമണ്ഡപങ്ങളിലും ഉച്ചത്തിൽ വളർന്നു നിൽക്കുന്നവയായ മരങ്ങളിലും കൊടികളും കൊടിക്കൂറകളും വളരെ ഭംഗിയായി ഉയർത്തിക്കെട്ടപ്പെട്ടു. നടനർത്തക സംഘാനാം ഗായകാനാം ച ഗായതാം മനകർണസുഖാവാച ശുശ്രൂശ്ച തതസ്തദഃ രാമാഭിഷേകയുക്താശ്ച കഥാശ്ചക്രുർമിഥോ ജനാ രാമാഭിഷേകം സംപ്രാപ്തേ ചത്വരേഷു ഗൃഹേഷു ച ബാലാ അപി ക്രീഡമാനാ ഗൃഹദ്വാരേഷു സംഘശ കൃതപുഷ്പോപഹാരശ്ച ധൂപഗന്ധാധിവാസിതഃ രാജമാർഗകൃത ശ്രീമാൻ പൗരേ രാമാഭിഷേചനീ പ്രകാശീകരണാർത്ഥം ച നിശാഗമനശങ്കയാ ദീപവൃക്ഷാംസ്തഥാ ചക്രുരനുരധ്യാസു സർവശ അലങ്കാരം പുരസ്യേവം കൃത്വാ തത്പുരവാസിനഃ ആകാംക്ഷമാണാ രാമസ്യ യൗവരാജ്യാഭിഷേചനം സമേത്യ സംഘശ സർവേ ചത്വരേഷു സഭാസു ച കഥയന്തോ മിഥസ്തത്ര പ്രശശം സുർജനാധിപം അഹോ മഹാത്മാ രാജായമിക്ഷ്വാകുകുലനന്ദന ജ്ഞാത്വായോ വൃദ്ധമാത്മാനം രാമം രാജ്യേ അഭിഷേക്ഷ്യതി സർവേ ഹ്യനുഗ്രഹീതാ സ്മോ യന്നോ രാമോ മഹീപതി ചിരായ ഭവിതാ ഗോപ്താ ദൃഷ്ടലോകപരാവരാ. ശ്രീരാമ പട്ടാഭിഷേകം സമീപിച്ചപ്പോൾ ജനങ്ങളും വീടുകളിലും നാൽക്കൂട്ടുവഴികളിലും വീടുകളുടെ മുൻവശങ്ങളിലും കൂട്ടം കൂട്ടമായി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും തമ്മിൽ ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ച് തന്നെ സംഭാഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയം കൂട്ടം കൂട്ടമായിരുന്ന നടന്മാരുടെയും നർത്തകന്മാരുടെയും ഗായകന്മാരുടെയും വാദ്യക്കാരുടെയും കർണാനന്ദകരവും മനോഹരങ്ങളുമായ സംഗീതവും അവർ കേട്ടു. പട്ടണത്തിൽ രാമാഭിഷേക സമയത്തിൽ രാജവീഥി പൂക്കൾ തൂവി നിറയപ്പെട്ടതായി, ധൂപക്കൂട്ടുകൾ പുകച്ച് എങ്ങും തിങ്ങിയ സുഗന്ധത്തോടു കൂടിയതായി, ഏറ്റവും അഴകാർന്നതായി അലങ്കരിക്കപ്പെട്ടു. അപ്രകാരം തന്നെ വീഥികൾ തോറും എല്ലാ ദിക്കുകളിലും രാത്രിയായി കളയുമോ എന്നുള്ള ശങ്കയാൽ നല്ലപോലെ കാണുന്നതിന് വേണ്ട ദീപസ്തംഭങ്ങളെയും നിർമ്മിച്ചു. പട്ടണത്തിന് ഇപ്രകാരം അലങ്കാരത്തെ ചെയ്തു തീർത്ത ശേഷം ശ്രീരാമന്റെ യുവരാജ്യ പട്ടാഭിഷേക മഹോത്സവ സമയത്തെ കാത്തുകൊണ്ടിരുന്നു. നാൽക്കൂട്ടുവഴികളിലും സഭാമണ്ഡപങ്ങളിലും കൂട്ടം കൂട്ടമായി കൂടിയിരുന്ന എല്ലാവരും അപ്പോൾ മഹാരാജാവിനെ പറ്റി തമ്മിൽ ഇപ്രകാരം സംഭാഷണം ചെയ്തുകൊണ്ട് കൊണ്ടാടി. യാതൊരു അദ്ദേഹം തനിക്ക് വാർദ്ധക്യമായതിനെ താൻ തന്നെ ഗ്രഹിച്ച രാജ്യാധികാരത്തിൽ ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യിക്കുവാൻ പോകുന്നുവോ ഈ ഇക്ഷ്വാകു വംശജനായ മന്നവൻ മഹാത്മാവ് തന്നെ നിശ്ചയം. പൂർവിക സമ്പ്രദായങ്ങളിൽ നിപുണനായ ശ്രീരാമൻ ചക്രവർത്തിയായി നീണാൾ നമ്മെ പരിപാലിക്കുന്നവനായി വിളങ്ങും എന്ന കാരണത്താൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെ. അനുദ്ധതമനാ വിദ്വാൻ ധർമാത്മാ ഭ്രാതൃവത്സല യഥാ ച ഭ്രാതൃഷു സ്നിഗ്ധസ്തഥാ സ്മാ സ്വവിരാഘവ ചിരം ജീവതു ധർമാത്മാ രാജാ ദശരഥോ വനഃ യത് പ്രസാദേനാഭിഷിക്തം രാമം ദ്രക്ഷ്യാമഹേ വയം ഏവം വിധം കഥയതാം പൗരാണാം ശുശ്രൂസ്തദാ ദിഗ്ധ്യോപി ശ്രുതവൃത്താന്താ പ്രാപ്താ ജാനപദാ ജനാ
ते तु दक्ष पुरीं प्राप्ता दृष्टुं रामाभिषेचनं रामस्य पूरयामासु पुरीं जानपदा जना जनौघैस्तैर्सर्पद्धि शुशुभे तत्र निस्वन पर्वसूतीर्णवेगस्य सागरस्येव निस्वन ततस्तदिन्द्रक्षयसन्निभं पुरं ददक्षुभिर्जानपदैरुपागतैः समन्ददः സസ്വനമാകുലം ബഭൗ സമുദ്രയാദോഭിരിവാർണവോദകം. ശ്രീരാഘവൻ ഒട്ടും തന്നെ ഗർവമില്ലാത്തവൻ, നല്ല വിദ്വാൻ, ധർമ്മശീലൻ, സഹോദര വാത്സല്യമുള്ളവൻ, സഹോദരന്മാരിൽ എന്ന പോലെ തന്നെ നമ്മുടെ പേരിലും അൻപാർന്നവൻ. യാതൊരുവന്റെ അനുഗ്രഹത്താൽ നാം ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യപ്പെട്ടവനായി കാണുവാൻ പോകുന്നു. അപ്രകാരമുള്ള കുറ്റമറ്റവനായ ധർമാത്മാവായ ദശരഥ ചക്രവർത്തി ഏറെക്കാലം ജീവിച്ചിരിക്കുമാറാകട്ടെ. നാട്ടുമ്പുറങ്ങളിലുള്ള ജനങ്ങളും വർത്തമാനം കേട്ടറിഞ്ഞവരായി എല്ലാ ദിക്കുകളിൽ നിന്നും വന്നു ചേർന്നു. മേൽപ്രകാരം പട്ടണ നിവാസികൾ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം അതിനെ അവരും കേട്ടു. ശ്രീരാമൻ്റെ ആനന്ദകരമായ പട്ടാഭിഷേകത്തെ സന്ദർശിപ്പാൻ എല്ലാ ദിക്കുകളിൽ നിന്നും നഗരത്തിലേക്ക് വന്നെത്തിയവരായ ആ നാട്ടുമ്പുറത്തുകാരെ വർത്തിക്കുന്ന ജനങ്ങൾ പട്ടണത്തിലാകമാനം ആ സമയം ഇടതിങ്ങി നിറഞ്ഞു. വന്നുകൂടിക്കൊണ്ടിരുന്ന ആ ജനതതികളാൽ അവിടെയുണ്ടായ ആഘോഷം വാവു ദിവസങ്ങളിൽ പൊങ്ങിമറിയുന്ന സമുദ്രത്തിൻ്റെ ഘോഷം എന്ന പോലെ മുഴങ്ങി. ആ സമയം കണ്ട് ആനന്ദിക്കണമെന്ന് ആഗ്രഹം പൂണ്ട് വന്നെത്തിയ നാട്ടുകാരാൽ ഇന്ദ്രപുരി പോലെയുള്ളതായ ആ നഗരം ഘോഷത്തോടു കൂടിയതായി, എങ്ങും തിങ്ങി നിറയപ്പെട്ടതായി. സമുദ്രജലം സമുദ്രത്തിലെ ജലജന്തുക്കളാൽ എന്ന വണ്ണം വിളങ്ങി. ഇത്യാർഷെ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ षष्ठ सर्ग 6 सर्गं समाप्तं. नमस्ते.